പാലക്കാട് ജില്ലയിലെ കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് മുൻഗണന നൽകുകയെന്ന് നിയുക്ത MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷിയെ ഫാം ടൂറിസമാക്കി കർഷകർക്ക് അധിക വരുമാനം ഉറപ്പാക്കാൻ പരിശ്രമിക്കുമെന്നും ഇക്കാര്യങ്ങൾ മന്ത്രിമാരോട് ഉൾപ്പെടെ ചർച്ച ചെയ്തതായും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പിൽ ഞാൻ ഏറ്റവും അധികം ദൈനംദിനം സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം പാലക്കാട്ടെ നെൽകർഷകന്റെ പ്രശ്നമാണ്. പാലക്കാട്ടെ ആകെ തൊഴിലുമായി വരുമാനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്സാണ് നെൽകൃഷി. ഇവരുടെ 35 രൂപ എന്ന് പറയുന്നത് പോലും കുറവാണ്. അപ്പോൾ അത് അവരുമായിട്ട് സംസാരിച്ച് അത് മെച്ചപ്പെടുത്താനായിട്ടുള്ള ശ്രമം. അതൊരു വശത്ത്. പാഡി ടൂറിസം വലിയ സാധ്യതയല്ലേ? ചലച്ചിത്ര മേഖലയിൽ നിന്ന് ആളുകൾ വരട്ടെ. നമ്മുടെ ഇപ്പം പാലക്കാട് എന്ന് പറയുമ്പോൾ മലമ്പുഴ ഡാമോ അല്ലെങ്കിൽ അത്തരം പ്രദേശങ്ങൾ മാത്രം കാണുന്നതിനപ്പുറം നമ്മുടെ പാടശേഖരങ്ങളുടെ സൗന്ദര്യം കൂടി ആളുകൾ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ആസ്വദിച്ചിട്ട് പോകട്ടെ. കൃഷിയിൽ ഏർപ്പെടുന്ന ആളുകൾ നെല്ല് വിറ്റ് കിട്ടുന്ന പണം മാത്രമല്ല, മറ്റുള്ള വരുമാന മാർഗങ്ങൾ കൂടി തേടാൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ ഉറപ്പായിട്ടുണ്ടാകും. അപ്പോൾ ഇന്നലെ ഞാൻ മുനിസിപ്പാലിറ്റിയിൽ പോയിരുന്നു. മുനിസിപ്പാലിറ്റിയിൽ പോയപ്പം എല്ലാ കൗൺസിലർമാരും കണ്ടപ്പോൾ ഞാനൊരു കാര്യം അവരോട് പറഞ്ഞത്, ഇപ്പം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഇപ്പം മുനിസിപ്പാലിറ്റിയുടെ ഭരണകാലാവധി 1 വർഷമാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ 1.5 വർഷമാണ്, ഈ ടെന്യൂറിൽ എൻ്റെയും 1.5 വർഷമാണ്. ഈ 1.5 വർഷം നമുക്ക് പരമാവധി പെർഫോം ചെയ്യാം. തെരഞ്ഞെടുപ്പാകുമ്പോൾ അവരെ തോൽപ്പിക്കാൻ ഞാനും എന്നെ തോൽപ്പിക്കാൻ അവരും ശ്രമിച്ചോട്ടെ. ഈ ഓപ്പറേഷൻ കമല മോഡൽ